ചെമ്പി എനിക്ക് ചമയ്ക്കുണ്ടായിട്ട് ഈ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്നും പുട്ടും കടലയും തെറ്റിപ്പോയി കേട്ടോ. പട്ടും വെളയും വാങ്ങിച്ചിട്ടുള്ള കൂട്ടരാണ് കേട്ടോ രാമൻകുട്ടിയുടെ കൂട്ടര്. ശ്രീനിവാസൻ നിക്ക് ദാസ, ഇവിടുന്ന് ഇപ്പം ഞാൻ രാവിലെ അമേരിക്കയിലെത്തിയ നിനക്ക് രാവിലെ ബഡ് കോഫി തരും. അവിടുന്ന് നിനക്ക് തുണികളൊക്കെ കൊണ്ടുപോയി വാഷ് ചെയ്യും. പിന്നെ നിന്റെ കയ്യും കാലും ഒക്കെ ഞാൻ തുടച്ചു തരും. കണ്ടോ ഷൂസൊക്കെ എങ്ങനെ വെക്കുക. കുടം കിട്ട കോഴി കൂളക്കോഴി കുന്നം ചാരുവിലെ ബയറ്റാട്ടി. നീ കേട്ടോ ശ്യാമേ, എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇപ്പോ മലയാള സിനിമയിൽ താൻ തോന്നി എന്ന ചിത്രത്തിലും രാജമാണിക്യത്തിലും വില്ലൻ വേഷം കൈകാര്യം ചെയ്യുക ശ്രീ സുരേഷ് കൃഷ്ണ. സ്വന്തം അമ്മായിയുടെ മാല മോഷ്ടിച്ചിട്ട് അത് കൊച്ചു കുഞ്ഞിന്റെ കഴുത്തിൽ വച്ചു കൊടുത്തിട്ടാണ് ഈ നിക്സന്റെ തുടക്കം. വാദ്യാര് പണി എന്താണെന്നറിയാത്തെ പലരും കയറി വന്ന് മാപ്പാക്കണം കോപ്പാക്കണം എന്നൊക്കെ പറയുമ്പോ അതിനൊക്കെ എന്റെ പട്ടി വെറും മാപ്പാക്കാൻ. ശ്രീമതി ബിന്ദു പണിക്കർ. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ക്ലാസ്സിൽ ഞാനായിരുന്നു ഫസ്റ്റ്. അവസാനം റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റൾക്ക് എന്നോട് തുള്ളി സ്നേഹമില്ലല്ലോ. മലയാള സിനിമയിൽ ശബ്ദത്തിനോടൊപ്പം നമുക്ക് വിക്കുണ്ട് എന്ന് കാണിച്ചു തന്നൊരു നടിയായിരുന്നു ശ്രീ നവ്യ നായർ. എന്റെ മനസ്സിൽ പൊട്ടമോൻ തോന്നിയപ്പോ ഞാനോടി നേരെ ഇങ്ങോട്ടാ വന്നത്. എന്റെ കൃഷ്ണ, എന്നും കടാണ്ട് ബാലമണി ഈ തിരി തെളിയിച്ചോളാം. എന്റെ മനുവേട്ട, എന്നെ വഞ്ചിക്കരുതേ. ഈ പുഴയും കിടന്ന് അനന്തഭദ്രം എന്നീ സിനിമയിലൂടെ നമുക്കൊരു മുത്തശ്ശിയെ സമ്മാനിച്ചിരുന്നു മലയാള സിനിമ. ആ മുത്തശ്ശിയുടെ ശബ്ദം കേൾക്കാം. സുകുമാരന്റെ നീൻ നല്ല കുട്ടി തന്നെയാ നീ. എന്നിരുന്നാലും സുകുമാരന്റെ നീയാ ഇന്നു മുതലേ മിൻറ്റു സൂചി പുറകോട്ട് ഓടി തുടങ്ങിയത്. നിന്റെ ആ കണ്ണും ആ ചെറിയും ആ മൂക്കും ഒക്കെ കാണുമ്പോളേ മുത്തശ്ശിക്ക് സുഭദ്രകുട്ടീനെ തന്നെയാ ഓർമ്മ വരുന്നത്. കുട്ടി ചെല്ല. ശ്രീ ഭീമൻ. വരണം മിസ്റ്റർ എന്തിയുടൻ. പണ്ട് പാലക്കാട്ട് വിക്ടോറിയ മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തള്ളിയിട്ടുള്ളതാ ഞാൻ. അവനെയല്ല, അവൻ എന്നെ. വരട്ടെ. ടീം ഫീനിക്സിലെ സുധീഷിന്റെ പെർഫോമൻസ് ആയിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടത്. സുധീഷ്, ഇത്രയധികം കയ്യില് ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയും കിടക്കുക ബാക്കി. ഇനി എന്തൊക്കെ കിടക്കുന്നു അല്ലേ? പക്ഷെ എനിക്കൊരു ചെറിയൊരു പ്രശ്നം തോന്നി. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ശരിയല്ല. അതെന്താ? അല്ല, ആ സ്വരങ്ങളൊന്നും ശരിയല്ലാതെ ഉദ്ദേശിച്ചത്. ഗസ്റ്റുകളാണ്, ആദ്യം നമുക്ക് അവരോട് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു സുധീഷിന്റെ പെർഫോമൻസ്? പക്ഷെ ഞാൻ അധികം പറയുന്നില്ല, കാരണം അടുത്ത എനിക്കായിരിക്കും. അത് കാരണം പതുക്കെ കാരണം നേരത്തെ ഇവരാരും സ്ത്രീകളുടെ ശബ്ദത്തിൽ കൈവയ്ക്കത്തില്ലായിരുന്നു. ഇപ്പൊ പയ്യെ സ്ത്രീകളുടെ ശബ്ദത്തിലും കൈവച്ചു തുടങ്ങി. കിടക്കട്ടെ. മനു മോനെ, തൃശ്ശൂർ സ്ലാങ്ങിൽ പറയുകയാണെങ്കിൽ പൊളിച്ചു. എനിക്ക് ആ ബിന്ദു ചേച്ചിയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രാവശ്യം പോകുന്നു. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ക്ലാസ്സിൽ ഞാനായിരുന്നു ഫസ്റ്റ്. അവസാനം റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോടൊരു തുള്ളി സ്നേഹമില്ലല്ലോ. ഇനി നമുക്ക് നോക്കാം മിസ്റ്റർ വോയിസിന് എങ്ങനെയാണ് ഇതെല്ലാം പെർഫോമൻസ്. കയ്യടിക്ക് മേടിച്ചു. പെർഫോം എന്താണ് മിസ്റ്റർ വോയിസിന്റെ കയ്യടിയും കൂടി നേടണം. സ്നേഹം ഉണ്ടോ എന്നുള്ളത് നോക്കാം അല്ലേ? മിസ്റ്റർ വോയിസ്, സ്നേഹം ഉണ്ടോ സുധീഷിനോട്? സുധീഷിനോട് സ്നേഹം തന്നെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സുധീഷ് മിമിക്രി വേദികളിൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? അപ്പോൾ വളരെയധികം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലേ? അവിടെ നിന്ന് വല്ല കമന്റ്സും കേട്ടിട്ടുണ്ടോ? കമന്റ്സ് ആദ്യം ചെയ്യുമ്പോ നന്നാക്കണം, സൗണ്ട് ശരിയാക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരു മത്സരത്തിന് പോകുമ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഈ സൗണ്ട് ചെയ്യുമ്പം ഒരു കഥയായിട്ട് എടുത്തിട്ട് സ്റ്റാർസിന്റെ വോയിസ് ആ കഥയിലൂടെ കൊണ്ടുപോകാൻ വൺ മാൻ ഷോ പോലെ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അത് കാരിക്കേച്ചറൊക്കെ ആയിട്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. തീർച്ചയായിട്ടും ഒരു താരത്തെ അനുകരിക്കുമ്പോൾ ആ താരത്തിന്റെ ടോൺ നമ്മൾ ശരിക്കും അത് പഠിക്കണം. രണ്ടാമത് വോയിസ് മോഡുലേഷൻ, അത് ശ്രദ്ധിക്കണം. മൂന്നാമത് ഡയലോഗ്സ്, ഏത് രീതിയിലുള്ള ഡയലോഗ്സ് പറഞ്ഞാലാണ് ഓഡിയൻസിന് അത് ഇഷ്ടമാവുക, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. ഓക്കെ, സുധീഷ് കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഞാൻ നൽകുന്നു 6 stars. കുഴപ്പമില്ല അല്ലേ? അപ്പം ഇനിയും
നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പെർഫോമൻസ് ഇനിയും കുറെ കയ്യിലുണ്ടല്ലോ, സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള പെർഫോമൻസിൽ സൂപ്പർ പെർഫോമൻസുമായിട്ട് വരുക. ഓൾ ദി ബെസ്റ്റ്.